പഹൽഗാം ഭീകരാക്രമണത്തിൽ ലഷ്കർ ബന്ധമുള്ള 15 പേരെ NIA അറസ്റ്റ് ചെയ്തെന്ന് റിപ്പോർട്ട്. ഭീകരർക്ക് ആയുധങ്ങൾ നൽകിയ 4 പേരാണ് പിടിയിലായത്. ആക്രമണം നടക്കുന്ന ദിവസം പിടിയിലായവർ പഹൽഗാമിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി ഫോൺ രേഖകളും ഉണ്ട്. അതേസമയം പഹൽഗാം ഭീകരാക്രമണം നടത്തിയവരെ സുരക്ഷാ സേന കണ്ടു എന്നുള്ള സൂചനയും ഉണ്ട്. വിവരങ്ങളുമായി പഹൽഗാമിൽ നിന്ന് ശരത്ലാലാണ് ചേരുന്നത്. ശരത്ലാൽ, 15 പേരെ ഭീകരവാദികൾക്ക് ആയുധം നൽകിയവർ അടക്കമുള്ള 15 പേരെയാണ് പിടികൂടിയെന്നുള്ള വിവരം വരുന്നത്. ഇവരെ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത്? ഈ ആക്രമണത്തിൽ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുന്ന കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആരെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അവരെ കണ്ടു, അവർ തലനാരിഴയ്ക്ക് വഴുതിപ്പോയി എന്ന വിവരങ്ങൾ കഴിഞ്ഞ മണിക്കൂറിൽ ശരത്ത് നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ വിവരങ്ങൾ നമ്മളിലേക്ക് എത്തുന്നുണ്ടോ ശരത്? ഇപ്പോൾ ഗുഡ് മോർണിംഗ് ലക്ഷ്മി പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ 15 പേരെയും നമുക്ക് കാണാൻ പറ്റും. 15 പേരെയും ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന CRPF NIA ക്യാമ്പ് ചെയ്യുന്ന ക്യാമ്പാണത്. ആ ക്യാമ്പ് നമുക്ക് അടുത്ത് നിന്ന് ദൂരത്തു നിന്ന് മാത്രമേ അനുവാദമുള്ളൂ എടുക്കാൻ. തൊട്ട് മുമ്പിൽ നിന്ന് എടുക്കാനുള്ള അനുവാദം നമുക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ CRPF ക്യാമ്പാണ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത്. ഇവിടെയാണ് 15 പേരെയും ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ മൊബൈൽ ഫോണുകൾ ഈ പഹൽഗാം ആക്രമണത്തിന് മുമ്പും അതിനുശേഷവും അതേപോലെ ഭീകരരെ പാകിസ്ഥാനിലേക്ക് അടക്കം വിളി പോയിട്ടുണ്ട്, ഫോൺ സംസാരം പോയിട്ടുണ്ട്. ഇതൊക്കെ പാക് അധീന കാശ്മീരിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ മൊബൈലുകൾ പൂർണ്ണമായി സിം നശിപ്പിക്കുന്നു. ഇതൊക്കെയുള്ള ഇലക്ട്രോണിക് തെളിവുകളും അതേപോലെ തന്നെ CCTV ദൃശ്യങ്ങളും ഒക്കെ ശേഖരിച്ച ശേഷമാണ് NIA ഈ 15 പേരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും അവരെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ മലനിരകളിലാണ് തെരച്ചിൽ നടക്കുന്നത്. പഹൽഗാം ഗ്രാമത്തിന്റെ തൊട്ടു ബേക്കുള്ള അത് അനന്തനാഗ് അതുപോലെ ഊറി സെക്ടറിനും പൂഞ്ച് സെക്ടറും അടക്കമുള്ള ഭാഗങ്ങളാണ്, രജോറി സെക്ടറിന്റെ ഭാഗങ്ങളാണ് നമുക്ക് കാണാം. മഞ്ഞും മൂടിയ മലകൾ കാണാം. ആ റിഡ്ജിലാണ് ഇപ്പോൾ തീവ്രവാദികൾ ഒളിച്ചു നിൽക്കുന്നത് എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നില്ല. കാരണം സുരക്ഷാ സൈനികർ താഴെ എത്തിയാൽ മാത്രം, ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ നമുക്ക് പഹൽഗാമിലുള്ള ഇവിടെയുള്ള ആർമിയുടെ PROയിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുള്ളൂ. ജമ്മു കാശ്മീർ പോലീസിൽ നിന്ന് വിവരം ലഭിക്കും. ഇപ്പോൾ നിലവിൽ നല്ല സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, പ്രകാശം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെയുള്ള തെരച്ചിൽ മന്ദഗതിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ റിഡ്ജിലേക്കുള്ള സേന മൂവ്മെന്റ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. രാവിലെ 8 മണിയോടുകൂടി ഹെലികോപ്റ്റർ നിരീക്ഷണവും ഈ പ്രദേശത്ത് നടത്തിയിരുന്നു സൈന്യം. അതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഇന്ന് തന്നെ ഈ 4 പേരുടെയും കൈയോടെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് സുരക്ഷാ സേനക്ക്. അവരെ കൈയോടെ പിടികൂടണം. എന്നാൽ മാത്രമേ പാകിസ്ഥാനിലെ ഇതിനുള്ള പങ്ക് നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. ബോംബെ ആക്രമണ കേസിൽ കസബിനെ എങ്ങനെ ലഭിച്ചോ അതേ രീതിയിൽ ഒരാളെയെങ്കിലും ലഭിക്കാനുള്ള തീരുമാനത്തിലാണ് സുരക്ഷാ സേന. അതിനുവേണ്ടിയുള്ള ഒരു തന്ത്രം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പുകച്ച് പുറത്ത് ചാടിക്കുക, ഭക്ഷണത്തിന് ശേഷം അല്ലെ ആയുധങ്ങൾക്ക് ശേഷവും, ആയുധങ്ങൾ വെടിവെപ്പ് നടന്ന ശേഷവും, ആയുധങ്ങൾ മാഗസിൻ തീർന്ന ശേഷം ആരെയാണ് ബന്ധപ്പെടുന്നത്, ഭക്ഷണത്തിന് വേണ്ടി എപ്പോഴാണ് തിരിച്ചു വരിക തുടങ്ങിയ കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടാണ് സൈന്യം ഇക്കാര്യം ചെയ്യുന്നത്. പിന്നെ തുടർച്ചയായി റെയ്ഡുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദോഡ ജില്ലയിൽ വ്യാപകമായി റെയ്ഡ് നടന്നു. ലഷ്കർ-e തോയ്ബ, ജയ്ഷെ മുഹമ്മദ് അനുഭാവമുള്ള തീവ്രവാദികളെ വസതികളാണ് റെയ്ഡ് നടന്നത്. അതേപോലെ തന്നെ ഷോപ്പിയാനിൽ പീർ മൊഹലയിൽ 3 വീടുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, കത്തി നശിച്ചിട്ടുണ്ട്. അതേപോലെ ഷോപ്പുകൾ കത്തി നശിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഭീകരരുമായിട്ട് ബന്ധമുള്ള സ്ഥാപനങ്ങളാണ് നശിപ്പിക്കപ്പെട്ടത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും വളരെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുരക്ഷാ സേന മുന്നോട്ട് പോകുന്നത്. ഏത് സമയവും ഒരു തിരിച്ചടി ഭീകരർ നടത്തും എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ജമ്മു കാശ്മീർ അസംബ്ലി യോഗം തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേക സെഷനാണ്, പഹൽഗാം കൂട്ടക്കൊലയെ സംബന്ധിച്ച് പ്രത്യേകം വിളിച്ചേർത്ത സെഷനാണ് ഇന്ന് ആരംഭിച്ചത്. തീവ്രവാദികൾ കൂട്ടക്കൊല ചെയ്തവർക്കും അതിൽ പരിക്കേറ്റവർക്കും അതിന് ഇരയായി മരണമടഞ്ഞവർക്കും വേണ്ടി മൗനമാചരിച്ചുകൊണ്ട് ജമ്മു കാശ്മീർ സഭ ഇന്ന് അല്പസമയം മുമ്പ് മൗനമാചരിച്ചു. സഭാ സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേക സഭാ സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. ജമ്മുവിലാണ് നിയമസഭ കൂടുന്നത്. അപ്പോൾ ലക്ഷ്മി, ഇതൊക്കെ കാണിക്കുന്നത് ജമ്മു കാശ്മീരിൽ ഒരു ജനങ്ങളുടെ ഒരു ഉയർച്ച, അല്ലെ ഒരു പാകിസ്ഥാനെതിരെയുള്ള തീവ്രവാദത്തിനെതിരെയുള്ള ഒരു മെന്റാലിറ്റി വളർന്നു വന്നിരിക്കുന്നു എന്നൊക്കെ ഇവിടെ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ലക്ഷ്മി.
കൂടുതൽ വിവരങ്ങൾക്കായി എത്താം. തീർച്ചയായും ഒളിഞ്ഞിരിക്കുന്ന ഭീകരവാദികൾക്കായുള്ള അതിശക്തമായ തെരച്ചിൽ തന്നെയാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഓരോ മണിക്കൂറുമുള്ള അപ്ഡേഷനുകളിലേക്ക് പുതിയ വാർത്തകൾ എത്തുന്ന മുറയ്ക്ക് ശരത് ലാലിലേക്ക് നമ്മൾ തിരികെ എത്തുന്നതായിരിക്കും.